ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് തോന്നുന്ന സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ 2024 ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ചുരുക്കം ഈ ഒരു വീഡിയോയിലേക്ക് കാണാം. സോ സീ ബാക്ക് ആൻഡ് എൻജോയ്. നമസ്കാരം. 2024 സ്വാഗതം. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ചേട്ടാ, ഞങ്ങൾ ക്ലീനപ്പിന് വന്നതാണ്. ഞങ്ങൾ അധികാരികളുടെ അനുവാദത്തോടെ വന്നതാണ്. സമൂഹ സേവനത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ ഫുഡ് കഴിച്ചതിന്റെ തൊട്ടുപുറകെ നമ്മൾ വാ കഴുകുന്ന ആക്ച്വലി നല്ലതാണ്. അതായത് ഓയ് മമ്മൂട്ടി, എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. പറഞ്ഞു കൊടുക്ക. എല്ലാവരും സ്വിമ്മിംഗ് പൂളുണ്ട്. എന്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ്. പണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ട് എപ്പോഴും. ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യും, എനിക്ക് വീട്ടിലെ പോകണം. അല്ല, മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയാക്ഷനായിട്ട് എൻ്റെ അടുത്ത് നിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. ഒരു ശുദ്ധ പ്രണയം ഇല്ല. ഇപ്പോൾ എല്ലായിടത്തും സാധനം വേണം എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടക്കും. പോക്സോ കേസിൽ യൂട്യൂബർ വിജയ് മച്ചാൻ അറസ്റ്റ്. 16 വയസ്സുള്ള കൊച്ച മോസ്കോയാണ് പൊട്ട. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു. ഇത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കടാ. യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ നിലപാട് നിലനിർത്തുന്ന വ്യക്തി, സൂക്ഷ്മമായ ഉൾക്കാഴ്ച, അചഞ്ചലമായ തത്വങ്ങൾ, ആകർഷകമായ വ്യക്തിത്വം എന്നിവയാൽ നമുക്ക് സ്വാഗതം ചെയ്യാം. സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ? ഇതൊക്കെ കണ്ടിട്ട് നീ മരിച്ചാലും സാരമില്ല. നിങ്ങൾ ഈ കാഴ്ച നോക്കിയേ. ദൈവമേ, എന്ത് പ്രതിഭാസമാണിത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബിഗ് ബോസ്? ഇവരെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. നടത്തുകയാണ്. ഇപ്പോഴും ഇവർക്കും അറിയത്തില്ല ആരാണ് ഈ ലോട്ടറി എടുത്തതെന്നാണ്. നാഗരാജ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നാഗരാജ്, സന്തോഷമായോ? ഞാൻ നാഗരാജ് ഒന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ചായ ഉണ്ടാക്കിയതാരാ? നമ്മളെ കണ്ടുള്ളൂ. യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. തന്തവൈബ് എന്നൊക്കെയാണ് പുതിയ തലമുറ വിളിക്കുന്നത്. സാറിന് ഓർപ്പുണ്ടോ? ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും കണ്ടല്ലേ പൊടി. സോറി, നനച്ച വണ്ടി. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടെ അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു അമ്മയിലെ കൂട്ടരാജി. ഞാൻ ആരെയും പിടിപ്പിച്ചിട്ടില്ല. ഇനി നടക്കപ്പോറത് യുദ്ധം. 2 മക്കൾ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്തനുസരിക്കും. ആദ്യം ഞാൻ ഒഴിവാക്കിയേക്കാം. അവന്റെ അന്യനാണ് ഞാൻ, എന്റെ ചേട്ടനാണ്. ഇളയ മോന് തന്ന സമ്മാനം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? പകരം വിജയ് സാറിനെ ഒന്ന് കാണണമെന്നാണ്. എല്ലാവർക്കും എന്ത് ചെയ്തു തരാൻ പറ്റുന്നത് ചെയ്തു. വിജയൻ, ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുടി ഉണ്ടാക്കിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അങ്ങനെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങ് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ആസിഫിനോട് കാണിച്ചത് മര്യാദകേടെന്ന് വാക്യം പറയില്ല, പക്ഷേ തീർന്നടാ, നീയൊക്കെ തീർന്നടാ.
ഫിലിപ്പിന്റെ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ശാപമുണ്ടാക്കി വെച്ച് നമ്മുടെ കഥാനായകൻ വീണ്ടും ലീവിന് വന്നു. ആഴ്ചയിലേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. 4 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഇനി അടുത്ത വർഷം കാണാം. ബൈ ബൈ. ചേട്ടായി പട്ടി പുറകേന്ന് വിളിച്ചു.